ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹാകുമുത് തകാസുർ. വചനം 1. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി മിനക്കെടുത്തിയിരിക്കുന്നു. അത്തകാസുർ പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ, പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ. വചനം 2. ഹത്താ സുർതും നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും, അൽ മഖാബിർ ഖബർസ്ഥാനങ്ങളെ, ശ്മശാനസ്ഥാനങ്ങളെ. നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ അഥവാ ശ്മശാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കും. കല്ലാ സൗഫ തഅലമൂൻ. വചനം 3. കല്ല വേണ്ട, അതല്ല, അങ്ങനെയല്ല. സൗഫ വഴിയെ, പിറകെ. തഅലമൂൻ നിങ്ങൾ അറിയും. വേണ്ട, വഴിയെ നിങ്ങൾ അറിയാറാകും. ثم كلا سوف تعلمون. വചനം 4. തുമ്മ കല്ല പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ നിങ്ങൾ വഴിയെ അറിയും. പിന്നെ വേണ്ട, വഴിയെ നിങ്ങൾക്കു അറിയാറാകും. كلا لو تعلمون علم اليقين. വചനം 5. കല്ല വേണ്ട. ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമൽ യഖീൻ ഉറപ്പായ അറിവ്, ദൃഢമായ അറിവ്. വേണ്ട, നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. لترون الجحيم. വചനം 6. ലതറവുന്ന നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം ജ്വലിക്കുന്ന നരകം. ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ثم لترونها عين اليقين. വചനം 7. സുമ്മ ലതറവുന്നഹ പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ ഉറപ്പായ കാഴ്ചയായി, ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി. പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനെ ദൃഢമായ കൺകാഴ്ചയായി കാണുക തന്നെ ചെയ്യും. ثم لتسألن يومئذ عن النعيم. വചനം 8. സുമ്മ ലതുസ്അലുന്ന പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമഇദിൻ അന്നത്തെ ദിവസം, അനിൻ നഈം സുഖാനുഗ്രഹത്തെപ്പറ്റി. പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും. ധനം, മക്കൾ മുതലായ ഐഹിക സുഖസൗകര്യങ്ങൾ എനിക്കു മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനസ്ഥിതിക്കുമാണ് തകാസുർ അഥവാ പെരുപ്പം കാണിക്കൽ എന്നു പറയുന്നത്. സൂറത്തുൽ ഹദീദ് 20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അറിഞ്ഞുകൊള്ളുവീൻ, നിശ്ചയമായും ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു. ഏലമു അന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബും വലഹുവും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഖബർസ്ഥാനം അഥവാ ശ്മശാനം സന്ദർശിക്കുന്നതുവരെ അഥവാ മരണപ്പെട്ടു പോകുന്നതുവരെ
ഐഹിക സുഖസൗകര്യങ്ങളിൽ വ്യാപൃതമാകുകയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെപ്പറ്റിയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ധനവും മക്കളുമെല്ലാം നല്ലതുതന്നെ, അതാവശ്യവുമാണ്. പക്ഷേ ഇതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, അതു സർവപ്രധാനമായി ഗണിക്കുക, അങ്ങനെ ഭാവിയെപ്പറ്റി ബോധമില്ലാതായിത്തീരുക, ഇതാണ് ആക്ഷേപകരം. അൽഹാകുമുത്തകാസുർ, പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആദമിന്റെ മകൻ അഥവാ മനുഷ്യൻ പറയും, എന്റെ ധനം, എന്റെ ധനം എന്ന്. ഹേ മനുഷ്യ, നീ തിന്നു തീർത്തതോ, അല്ലെങ്കിൽ നീ ഉടുത്തുപഴകിയതോ, അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ഉണ്ടോ? അഹ്മദ്, മുസ്ലിം, തിർമദി. മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇത്രയും കൂടിയുണ്ട്, ഇതല്ലാത്തതെല്ലാം പോയിപ്പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കുന്നതുമാണ്. മുസ്ലിം. ഐഹിക സുഖസൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ്. അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല. എല്ലാം ക്ഷണികമാണ്. ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ്. എന്നിരിക്കെ അതിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതേസമയത്ത് പാരത്രികമായ കാലാകാല ജീവിതത്തെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? അള്ളാഹു താക്കീതു ചെയ്യുന്നു, ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖസൗകര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിട്ടി, എന്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും. കത്തിജ്വലിക്കുന്ന നരകം കൺമുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുമുണ്ടായിരിക്കും. ഈ അവസരത്തിൽ തൃപ്തികരമായ മറുപടി നൽകി രക്ഷപ്പെടുവാൻ സാധിക്കുമാറാകണമെങ്കിൽ ഈ പെരുപ്പം കാണിക്കൽ അവസാനിപ്പിച്ചേ പറ്റൂ. ഇതെല്ലാം കേവലം ചില ഊഹവാർത്തകളല്ല, സദൃഢവും അനുഭവത്തിൽ കണ്ടറിയുവാനിരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങളാകുന്നു. അള്ളാഹു പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയമായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം തന്നെ അതതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാ 36. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്ത് നാളിൽ ആദമിന്റെ മകന്റെ അഥവാ മനുഷ്യന്റെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല. അവന്റെ ആയുഷ്കാലത്തെപ്പറ്റി, അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തുവെന്നും, അവന്റെ യുവത്വത്തെപ്പറ്റി അത് എന്തിൽ നശിപ്പിച്ചുവെന്നും, അവന്റെ ധനത്തെപ്പറ്റി അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിൽ ചിലവഴിച്ചുവെന്നും, അവന് അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും. തിർമദി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവർ നിവേദനം ചെയ്ത ഒരു ഹദീസിന്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരും വളരെ വിശന്നു വലഞ്ഞ ഒരവസരത്തിൽ ഒരു അൻസാരി അവരെ സൽക്കരിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം അവർക്ക് ഈത്തപ്പഴം നൽകി, തുടർന്ന് ഒരു ആട്ടിനെ അറുത്ത് ഭക്ഷണവും നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്താക്കിയത്, എന്നിട്ട് നിങ്ങൾക്ക് ഈ സൽക്കാരം ലഭിക്കാതെ നിങ്ങൾ മടങ്ങേണ്ടി വന്നില്ല. ഇത് അള്ളാഹു നൽകിയ സുഖാനുഗ്രഹമാകുന്നു. മുസ്ലിം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ.